അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സ്വലാത്തിന്റെ മഹത്വം എന്ന് പറയുമ്പോൾ ഒരുപാട് പറയാനുള്ള വിഷയമാണ്. എന്നെപ്പോലെയുള്ള ആളുകൾക്കൊന്നും സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ പറയുന്നതോ അത് സ്വലാത്തിന്റെ അല്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ബറക്കത്ത് കിട്ടാൻ വേണ്ടി സ്വലാത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു, അത്രമാത്രം. കാരണം സ്വലാത്തിനെ കുറിച്ച് പറയുമ്പോൾ സ്വലാത്തിന്റെ ഉടമയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ആർക്കാണ് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ആർക്കാണ് എഴുതി തീർക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ആർക്കാണ് പാടി തീർക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് ആലിമീങ്ങൾ, ഒരുപാട് ആശിഖീങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പാടി നടന്നിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, കിതാബുകള്, ഗാന സമാഹാരങ്ങള് രചിച്ചിട്ടുണ്ട്. അവസാനം അവർ പറഞ്ഞത് ഇതൊന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല എന്നുള്ളതാണ്. അതുപോലെയുള്ള ആ മഹാന്മാരുടെ പേര് പറയാൻ പോലും അർഹതയില്ലാത്ത എന്നെ പോലെയുള്ള ആളുകൾ സ്വലാത്തിനെ കുറിച്ചോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചോ പറയാൻ നിന്നാൽ എവിടെയും എത്തില്ല. അതിനിക്ക് ഞങ്ങളൊക്കെ അശക്തരാണ് എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. എന്നാലും വല്ല കാര്യങ്ങളും സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ ബറക്കത്ത് നമുക്ക് കിട്ടും എന്നതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഇതേ ലോകത്ത് തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം അവഹേളിച്ചുകൊണ്ട് ഒന്നുമല്ലാത്ത രൂപത്തിൽ സാധാരണ മനുഷ്യരാക്കി ചിത്രീകരിക്കുന്ന ഒരുപാട് ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ വിഷയത്തിലേക്ക് ഞാൻ പോവുകയല്ല. അല്ലാഹു തആല ഇതുപോലെയുള്ള എല്ലാ ബിദ്അത്തുകളിൽ നിന്നും നമ്മയും നമ്മുടെ പാരമ്പര്യത്തിനെയും അല്ലാഹു തആല കാത്ത് സലാമത്താക്കുമാറാവട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായി ജീവിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച്, മതിമറന്ന് സ്നേഹിച്ച്, മുത്തുനബിയിലായി സ്വലാത്തിലായി ലയിക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ പാരമ്പര്യത്തിനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇന്ന് ഒരുപാട് പേരുകളിലുള്ള സ്വലാത്തുകൾ നമുക്ക് കാണാൻ കഴിയും. സ്വലാത്തു ഇബ്രാഹിമിയ, സ്വലാത്തു നാരിയ, സ്വലാത്തുൽ ഫാത്തിഹ്, സ്വലാത്തു താജ്, ഇങ്ങനെ ഒരുപാട് പേരിലുള്ള ഇനിയും ഒരുപാട് സ്വലാത്തുകളുണ്ട്. ആ ഓരോ സ്വലാത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുമുണ്ട്. എന്നാൽ ഈ സ്വലാത്തുകളൊക്കെ എത്തിപ്പെടുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. മുത്തുനബിയെ കുറിച്ചാണ് ആ സ്വലാത്തിൽ മുഴുവനും പറയുന്നത്. ഏത് സ്വലാത്ത് എടുത്തു നോക്കിയാലും അതിൽ പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അവിടത്തേക്കുള്ളതാണ് മുഴുവൻ സ്വലാത്തും എന്ന് പറയുന്നത്. നമ്മൾ ദുനിയാവിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ വഫാത്തിന് ശേഷവും ഇങ്ങനെ കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ദുനിയാവിലുള്ള ഓരോ ആളുകളും അവർ ചെയ്യുന്ന നന്മകളും അവർ ചെയ്യുന്ന തിന്മകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും. അപ്പോ നമ്മളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ നന്മ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കും. നമ്മൾ ചെയ്യുന്നത് തിന്മയാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമമുണ്ടാകും. നമ്മളെ ഓരോ ആളുകളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോ അവിടത്തേക്കുള്ള സ്വലാത്തുകൾ നമ്മൾ ചെല്ലുമ്പോൾ അവിടത്തേക്ക് എത്രത്തോളം സന്തോഷമാകും. അല്ലാഹു തആല ഖുർആനിൽ പറയുന്ന ഒരൊറ്റ ആയത്ത് മതി നമുക്ക് സ്വലാത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ. ഏതാണ് ആ ആയത്ത്? നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ആയത്തിലൂടെ അല്ലാഹു തആല എന്താണ് പറയുന്നത്? ഒരു ആശങ്കകൾക്കുമിടയില്ലാതെ, ഒരു സംശയത്തിനും വകയില്ലാതെ അല്ലാഹു തആല നിശ്ചയിച്ചു പറയുന്നു, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു തആല, വ മലായികതഹു, അല്ലാഹുവിന്റെ മലക്കുകളും, യുസല്ലൂന അലൻ നബിയ്യി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും പറയണം. അല്ലാഹു തആല പറയുകയാണ്. ഈ ഒരു വിഷയം നമ്മൾ വെച്ച് നോക്കുമ്പോ നമ്മുടെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല നിർബന്ധമാക്കി തന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം കാര്യം 5ഉം ഈമാൻ കാര്യം 6ഉം അല്ലാഹു തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയതാണ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഇല്ലാതായാൽ ഒരാൾ മുഅ്മിനാവുകയില്ല. അങ്ങനെയുള്ള ഒരു കാര്യമെങ്കിലും അല്ലാഹു തആല ഇതുപോലെ പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇസ്ലാം കാര്യത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം
5 വക്ത് നിസ്കാരം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹു മലക്കുകളും നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ നോമ്പ് നോക്കുക, അല്ലാഹു മലക്കുകളും നോമ്പ് നോക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹജ്ജ് ചെയ്യേണ്ട വിഷയമായാലും സക്കാത്തിന്റെ വിഷയമായാലും ഈമാൻ കാര്യങ്ങളിൽ ഏതായാലും ഏതെങ്കിലും ഒന്ന് ഇതുപോലെ അല്ലാഹു മലക്കുകളും ചെയ്യുന്നുണ്ട്, അതുപോലെ നിങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ എന്താണ് പറഞ്ഞത്? അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം എന്നാ പറഞ്ഞേ. അള്ളാഹു മലക്കുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചെല്ലണം. അപ്പൊ എവിടെ എത്തി? നമ്മുടെ എല്ലാ കാര്യങ്ങളെക്കാളും മുകളിലാണ് സ്വലാത്തിന്റെ സ്ഥാനമെന്ന് അല്ലാഹു തആല പറഞ്ഞ ഈ ഒരൊറ്റ ഒരു ആയത്ത് കൊണ്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണ്. എവിടെ പോയി? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊച്ചാക്കി കാണിക്കുന്നവർ, സാധാരണക്കാരനാണെന്ന് പറയുന്നവർ എവിടെ പോയി? ഈ ആയത്ത് അള്ളാഹുവിന്റെ ഖുർആനിലുള്ളതല്ലേ? ഈ ആയത്തിന്റെ അർത്ഥം അറിയില്ലേ? ഞാൻ പറഞ്ഞത് തന്നെയല്ലേ അതിന്റെ അർത്ഥം? അള്ളാഹു മലക്കുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട് എന്ന് പറഞ്ഞാല് ആ നബി തങ്ങൾ എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യനാകുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ വിഷയം ഞാനിവിടെ പറഞ്ഞതല്ല, സാന്ദർഭികമായി പറയുമ്പോൾ അതുപോലെ പറഞ്ഞു വന്നു പോകുന്നതാണ്. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തെരുമാറാവട്ടെ. ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാനും അതിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ലയിക്കാനും നമുക്ക് അള്ളാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ മക്കയും മദീനയും അവിടുത്തെ ആ റൗള ഷരീഫും കാണാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും അള്ളാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെക്കാളും ഏറ്റവും മുകളിലുള്ളത് സ്വലാത്ത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, ആ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു 10 കാര്യങ്ങളുണ്ട്. സ്വലാത്ത് മുറുകെ പിടിച്ച ആളുകൾക്ക് കിട്ടുന്ന 10 ഗുണങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഏതൊക്കെയാണ് ആ ഗുണങ്ങൾ? ഒന്നാമതായി പറയുന്നു, മൻ സ്വല്ല അലയ്യ വഹദ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. ആരെങ്കിലും ഒരാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല അവരുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലും. അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലും എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവർക്ക് 10 ഗുണങ്ങൾ ചെയ്തു കൊടുക്കും. അല്ലാഹു തആല ഗുണങ്ങൾ ചെയ്തു തരിക എന്ന് പറയുമ്പോ അത് വല്ലാത്തൊരു കാരുണ്യമല്ലേ? അല്ലാഹു തആല അല്ലെങ്കിൽ ഒരുപാട് കാരുണ്യം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. എന്നാൽ നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ ആ സ്വലാത്തിന്റെ കാരണമായിട്ട് 10 ഗുണങ്ങൾ അല്ലാഹു തആല നമുക്ക് തരിക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ദിവസം ഒരു 100 സ്വലാത്ത് ചൊല്ലുകയാണെങ്കിലോ ആയിരക്കണക്കിന് നന്മകളല്ലേ അല്ലാഹു തആല നമുക്ക് ചെയ്തു തരുന്നത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി പറയുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് കിട്ടും. നാളെ മഹ്ശറിൽ ആരുമാരും സഹായത്തിനില്ലാതെ ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ, തലയുടെ ഒരു ചാണ് മുകളിൽ സൂര്യൻ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോ, നമ്മളെല്ലാവരും വിയർപ്പിൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്രത്തോളം സ്നേഹിച്ച നമ്മുടെ കൂട്ടുകാരാണെങ്കിലും, നമ്മൾ എത്രത്തോളം സ്നേഹിച്ച നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും, എന്തിനേറെ നമ്മൾ അത്രത്തോളം പരസ്പരം സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഭാര്യ മക്കളാണെങ്കിൽ പോലും അവരാദ്യം നോക്കുക അവരുടെ ശരീരമായിരിക്കും. അവർ ഒന്ന് രക്ഷപ്പെട്ട് കെട്ടണം. അവര് രക്ഷപ്പെട്ടതിന് ശേഷം മാത്രമേ മറ്റുള്ള ആളുകളുടെ രക്ഷയെക്കുറിച്ച് അവർ ആലോചിക്കൂ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു ഭാര്യ, അവള് നരകത്തിന്റെ അവകാശിയാണ്. ചെറിയ ഒരു നന്മ കിട്ടിക്കഴിഞ്ഞാൽ അവള് സ്വർഗത്തിലെത്തും. അങ്ങനെയുള്ള സമയത്താണ് അവളുടെ ഭർത്താവിനെ നന്മ തിന്മകൾ തൂക്കാൻ വേണ്ടി മീസാനിന്റെ അടുത്തേക്ക് വിചാരണ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നത്. ആ സമയത്ത് ഈ ഭാര്യ പോയി പറയുന്നത്, ഇയാൾ എന്നെ ഇന്ന സമയത്ത് എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അദ്ദേഹത്തിന്റെ കിതാബ് ഒന്ന് പരിശോധിക്കണം. അങ്ങനെ അവിടെ പറഞ്ഞുകൊണ്ട് ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നത് മുഴുവനും വാങ്ങിക്കൊണ്ട് അവര് സ്വർഗത്തിലേക്ക് കടക്കും. ഇതൊരു ഭാര്യയെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞതല്ല, ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ഒക്കെ അവർക്ക് എവിടെന്നാണോ നന്മ കിട്ടുന്നത് അവിടെ നിന്നൊക്കെ അവർ വലിച്ചുകൊണ്ട് അവരുടെ രക്ഷയാണ് അവർ ആദ്യം നോക്കുക. ഇവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറിട്ട് നിൽക്കുന്നത്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വന്തം ശരീരത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നില്ല. അവിടെ നോക്കുന്നത് അവിടുത്തെ ഉമ്മത്തിന്റെ കാര്യമാണ്, അവിടുത്തെ സമുദായത്തിന്റെ കാര്യമാണ് നോക്കുന്നത്. ആരെങ്കിലും കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടോ? ആരെങ്കിലും വിചാരണ നേരിടുന്നുണ്ടോ? ആരെങ്കിലും ഒരാളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അർശിന്റെ തണലിൽ വന്നിരിക്കുമ്പോ അതാ ഒരു നബി വന്നിട്ട് പറയുന്നു, മുത്തുനബിയെ നിങ്ങളുടെ ഒരാളെ അവിടെ വിചാരണ ചെയ്യുന്നുണ്ട്, ഓടി പോവുകയാണ് അവിടേക്ക്, അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. നോക്കുന്നു അവിടെ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനാണോ, മുത്തുനബിയെ സ്നേഹിച്ച മനുഷ്യനാണോ, അവിടുന്ന് ഷഫാഅത്ത് ചെയ്തു കൊടുക്കുകയാണ്. അള്ളാഹുവിനോട് അദ്ദേഹത്തിന് വേണ്ടി ഷഫാഅത്ത് ചെയ്യുകയാണ്, അവിടുന്ന് രക്ഷപ്പെടുത്തുകയാണ്. എത്രത്തോളം ഉണ്ട് മുത്തുനബിക്ക് നമ്മളോടുള്ള സ്നേഹം. അവിടുന്ന് വെറുതെ ഇരിക്കുന്നില്ല. അവിടുന്ന് രാജാവിനെ പോലെ അർശിന്റെ കീഴിൽ ഒന്ന് ഇരുന്നാ മതി. അവിടുന്ന് എല്ലാ അധികാരവും മുത്തുനബിക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് പറഞ്ഞത് ആ ഉമ്മത്തിന്റെ കാര്യമല്ലാതെ വേറെ ഒരു കാര്യവും നോക്കാനും മുത്തുനബിക്ക് സമയമില്ല, ഓടി നടക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം കിട്ടുന്നവരിൽ നമ്മയും നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ പാരമ്പര്യത്തിനെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മലക്കുകളോടുള്ള പിന്തുടർച്ചയാണ്. അങ്ങനെ പറയാൻ കാരണം എന്താ? മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാണ്. അപ്പോ ആ മലക്കുകളോട് നമ്മളും പിന്തുടർച്ചയായി വരുന്നതാണ്. അതും വലിയ കാര്യമാണ്, അല്ലാഹു തആല ചെയ്തു തരുന്ന ഗുണമാണത്. നാലാമതായി പറയുന്നത് മുനാഫിക്കീങ്ങളോടും കാഫിരീങ്ങളോടും ഈ സ്വലാത്ത് ചൊല്ലുന്നതിനെ തൊട്ട് നമ്മൾ എതിരായിട്ട് വരും. അങ്ങനെയാണല്ലോ വേണ്ടത്. നമ്മൾ മുനാഫിക്കാവാൻ പാടില്ല, നമ്മൾ കാഫിറാവാൻ പാടില്ല. അല്ലാഹു തആല നമ്മയും നമ്മുടെ സന്താനങ്ങളെയും കാത്തു സലാമത്താക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വലാത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ ഒരിക്കലും മുനാഫിക്കാവുകയില്ല, ഒരിക്കലും കാഫിറാവുകയില്ല. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഞ്ചാമതായി പറയുന്നത് ആത്മാർത്ഥമായി ചൊല്ലുന്ന സ്വലാത്ത് കുറ്റകൃത്യങ്ങളെ മായ്ച്ചു കളയും. കൊല്ലക്കണക്കിന് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളെ സ്വലാത്ത് മായ്ച്ചു കളയും. അതിനേക്കുള്ള ശക്തി സ്വലാത്തിനിക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ആറാമതായി പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറും. സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ആവശ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് അത് നിറവേറ്റി തരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഹലാലായ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക. അതിൽ 70 ആവശ്യങ്ങളും ആഖിറത്തിന്റെ ആവശ്യവും 30 ആവശ്യം ദുനിയാവിന്റെ ആവശ്യങ്ങളുമായിരിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോ നമുക്ക് എന്തെങ്കിലും ഹലാലായ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മുടെ വല്ല കാര്യങ്ങളും നിറവേറ്റാനുണ്ടെങ്കിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അപ്പോ ഒരുപാട് പവറുള്ള കാര്യമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. ഏഴാമതായി പറയുന്നത് ശരീരത്തിന്റെ അകത്ത് ശുദ്ധിയാകാനും ശരീരത്തിന്റെ പുറത്ത് ശുദ്ധിയാകാനും സ്വലാത്ത് കാരണമാകും. എന്ന് പറഞ്ഞാൽ മനസ്സ് ശുദ്ധിയാകാൻ, ഹൃദയം ശുദ്ധിയാകാൻ, അതുപോലെ നമ്മുടെ സ്വഭാവം നന്നാവാൻ അതൊക്കെ സ്വലാത്ത് കാരണമാകും. സ്വലാത്ത് മുറുകെ പിടിച്ചാൽ മതി. നമ്മൾ എത്ര നല്ല ആള് എന്ന് പറഞ്ഞാലും അവരുടെ ഹൃദയം എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല, അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഹൃദയം ശുദ്ധിയല്ല എങ്കിൽ ഹൃദയത്തിന് പിടിക്കുന്ന കിബിറ്, റിയായ്, ഹസദ്, ഉജുബ് പോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പിടിച്ചിട്ടുള്ള, അതായത് കിബിറ്, ലോകമാന്യം, അസൂയ, ഫിത്ന, ഇതൊക്കെ പിടിച്ചിട്ടുള്ള ഹൃദയമാണെങ്കിൽ അത് ശുദ്ധിയാക്കാൻ സ്വലാത്ത് കൊണ്ട് നമുക്ക് കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എട്ടാമതായി പറയുന്നത് നരകശിക്ഷയിൽ നിന്നും ഒഴിവാവും. സ്വലാത്ത് മുറുകെ പിടിച്ച് നടക്കുന്ന ആളുകൾ നരകശിക്ഷയിൽ നിന്നും ഒഴിവാകും. ഒമ്പതാമതായി പറയുന്നത് സ്വർഗത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടും. സ്വലാത്ത് നിത്യമാക്കി മുറുകെ പിടിച്ച് നടക്കുന്ന ആളുകൾ സ്വർഗത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടും. പത്താമതായി പറയുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കും, അള്ളാഹുവിന്റെ സലാമത്ത് നമുക്ക് ലഭിക്കും. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട 10 കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വലാത്ത് മുറുകെ പിടിച്ച് നടക്കുന്ന ആളുകൾക്ക് കിട്ടുമെന്ന് പറയുന്നത്. വലിയ വലിയ കാര്യങ്ങളാണിത്, ചെറിയ കാര്യങ്ങളല്ല. അതുപോലെ ഈ സ്വലാത്ത് ചൊല്ലൽ അനുവദനീയമല്ലാത്ത ഒരു സമയവും ഒരാൾക്കും ഉണ്ടാവാറില്ല. ഉദാഹരണത്തിന് നിസ്കരിക്കാൻ പാടില്ലാത്ത സമയമുണ്ട്, ഖുർആൻ ഓതാൻ പാടില്ലാത്ത സമയമുണ്ട്. അതൊക്കെ നമുക്കറിയാം. വലിയ അശുദ്ധിക്കാരനായാൽ, കുളി നിർബന്ധമായാൽ, ജനാബത്തുകാരനായാൽ, ഹൈളുകാരിയായാൽ, നിഫാസുകാരിയായാൽ, ഇങ്ങനെ കുളി നിർബന്ധമായ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. അതുപോലെ ഖുർആൻ തൊടാൻ പാടില്ല എന്നല്ല, ഖുർആൻ മനപ്പാടമുണ്ടെങ്കിൽ ഓതാൻ പോലും പാടില്ല.
എന്നാൽ സ്വലാത്തിന് അതൊന്നും ഒരു തടസ്സമല്ല. ഏത് സമയത്തും നമുക്ക് സ്വലാത്ത് ചെല്ലാം. അതുപോലെ തന്നെ ലോകമാന്യത്തിന് വേണ്ടി, നാലാള് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കിബ്റിന് വേണ്ടി ഞാനൊരു വലിയ സ്വലാത്തുകാരനാണ് എന്ന് ആളുകൾ വിചാരിക്കട്ടെ എന്ന് പോലും കരുതിയിട്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അതിനും അദ്ദേഹത്തിന് കൂലി കിട്ടും. നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരത്തോടുകൂടി ചെയ്താൽ കൂലി കിട്ടുന്ന ഒരൊറ്റ ഇബാദത്ത് മാത്രമേ ഉള്ളൂ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള സ്വലാത്താണ്. നമ്മുടെ ജീവിതത്തിൽ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന്, ഉദാഹരണത്തിന് ബാത്റൂം പോലെയുള്ള നജസുമായി ബന്ധപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ സ്വലാത്ത് ചൊല്ലാതിരിക്കുക. അത് സ്വലാത്തിനോടുള്ള ബഹുമാനം കൊണ്ട്. ബാക്കി എല്ലാ സമയത്തും നമുക്ക് സ്വലാത്ത് ചെല്ലാം. നമ്മൾ ജോലി ചെയ്യുമ്പോൾ സ്വലാത്ത് ചെല്ലാം, ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ സ്വലാത്ത് ചെല്ലാം. ഇങ്ങനെ ഏത് സമയത്തും നമുക്ക് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കാം. അതിന് തടസ്സമുണ്ടാകുന്ന ഒരു കാര്യങ്ങളും നമുക്കുണ്ടാകുന്നില്ല. അങ്ങനെ സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്ന് ആദ്യമായി എന്റെ ശരീരത്തിനോട് ഉപദേശിക്കുകയും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി 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 ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട പൂമുഖം സ്വപ്നത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് കാണാനുള്ള ഭാഗ്യം അല്ലാഹു തആല നൽകുമാറാവട്ടെ. അതുപോലെ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യുവാൻ, അതുപോലെ മദീനയിൽ പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് ഒരു സ്വലാത്തും സലാമും പറയാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.